പ്രിയമുള്ളവരെ, വചനജ്വാല 1709 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 6 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മെയ് മാസ വണക്കം 6-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളും 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളുമാണ് നാം ഇന്ന് ശ്രവിക്കുക. ആദ്യം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങൾ. എസെക്കിയേലിന്റെ ദൗത്യം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കടമുഷ്ടികളും കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവരറിയും. മനുഷ്യപുത്ര, നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം. തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വന്നേക്കാം. എന്നാലും നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത്. ഞാൻ നിനക്ക് തരുന്നത് വായ് തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും. അവന് അത് എൻ്റെ മുൻപിൽ വിടർത്തി. അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. നമ്മൾ 2-ാം അധ്യായം കഴിഞ്ഞു. 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായ് തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു. എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല, ഇസ്രായേൽ ഭവനത്തിലേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും കഠിന പദങ്ങളും ഉപയോഗിക്കുന്ന ജനതകളുടെ അടുത്തേക്കല്ല നിന്നെ ഞാൻ അയക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്തേക്കായിരുന്നുവെങ്കിൽ അവർ തീർച്ചയായും നിന്റെ വാക്ക് ശ്രവിക്കുമായിരുന്നു. ഇസ്രായേൽ ഭവനം നിന്റെ വാക്കു കേൾക്കുകയില്ല. കാരണം എൻ്റെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറല്ല. എന്തെന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരാണ്. നിന്റെ മുഖം
അവരുടെ മുഖങ്ങൾക്കെതിരെയും നിന്റെ നെറ്റി അവരുടെ നെറ്റിക്കെതിരെയും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു. തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രക്കല്ല് പോലെ നിന്റെ നെറ്റി ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു. നീ അവരെ ഭയപ്പെടേണ്ട, അവരുടെ നോട്ടത്തിൽ പരിഭ്രമിക്കുകയും വേണ്ട. അവർ ധിക്കാരികളുടെ ഭവനമാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ ഡൊമിനിക് സാവിയോയെയാണ് അനുസ്മരിക്കുന്നത്. ആ പൊൻസുദിനത്തിലെ എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. ഡൊമിനിക് സാവിയോ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ പ്രഭാത ജപം, രാത്രി ജപം, ത്രികാല ജപം, ഭക്ഷണത്തിന് മുൻപ് ഉള്ള ജപം, അങ്ങനെ തുടങ്ങിയ ഭക്തകാര്യങ്ങൾ മുടങ്ങാതെ അനുഷ്ഠിച്ചു പോന്നു. പഠനത്തോടൊപ്പം ഡോൺ ബോസ്കോയുടെ മാതാവിനോട് അതിഭക്തനായിരുന്ന ഓററിയിൽ ചേർന്നു. ഡൊമിനിക് സാവിയോ അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു. പരിശുദ്ധനായ ഈ ബാലനെ ലോകത്തിൽ അധികം ജീവിക്കാൻ ദൈവം തിരുമനസ്സായില്ല. 15-ാം വയസ്സിൽ രോഗബാധിതനായി ഈ ലോകം വിട്ട് പരലോകത്തേക്ക് യാത്രയായി. 1954 ജൂൺ 12-ാം തീയതി 2-ാം പിയൂസ് മാർപ്പാപ്പ ഈ 15-കാരനെ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്തു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഡൊമിനിക് സാവിയോയെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് വിശുദ്ധനായ വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.